സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നീചപ്രവൃത്തികൾ ചെയ്യുന്നതായ ആളുകളെ കാണുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാകും. ആ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഒരു പാത്രത്തിന്റെ രൂപത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മുൻപിലേക്ക് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, വർത്തമാന ഭൂത ഭാവികാല പാപങ്ങൾ, സകല മനുഷ്യരുടെയും പാപഭാരം അവങ്കലേക്ക് വന്നപ്പോൾ അവന് വഹിക്കുവാൻ കഴിയാതെ വളരെ വേദനയോടുകൂടി നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തേക്കിറ്റിട്ട് വീണു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ദുഃഖമുണ്ടോ നിന്റെ മനസ്സിൽ? ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത വേദനയുണ്ടോ നിന്റെ ഹൃദയത്തിൽ? അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് നിന്റെ മനസ്സിലെപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവസാനം നിന്റെ ജീവിതം പോലും നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലാണോ? യേശുക്രിസ്തുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ദുഃഖത്തെ, നിന്റെ ഭാരത്തെ, നിന്റെ മാനസിക ദുഃഖങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ അവൻ അന്നു തന്നെ ഗത്സമന തോട്ടത്തിൽ വെച്ച് വഹിച്ചു. അതുകൊണ്ട് ഇന്ന് അവന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് വിടുതലുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം 38-ാമത്തെ വാക്യം, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നാം ക്രൂശിനെ നോക്കുമ്പോൾ, അവൻ അനുഭവിച്ച കഷ്ടത കാണുമ്പോൾ ചില സമയത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും അതിശയിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ആ കഷ്ടം ഗത്സമന തോട്ടത്തിലാണ് ആരംഭിച്ചത്. ഗത്സമന തോട്ടത്തിൽ എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഉള്ളം എപ്പോഴെങ്കിലും മരണവേദന പോലെ ദുഃഖിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആകുലപ്പെട്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖമോ വേദനയോ അനുഭവിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അനുഭവിച്ചതായ ആളുകളൊന്ന് കരമുയർത്താമോ? സഹിക്കാൻ കഴിയാത്ത ദുഃഖം, വേദന അനുഭവിച്ചിട്ടുണ്ടോ? പ്രസവ വേദന, അപമാനം, ദുഃഖം, ആകസ്മിക മരണങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു. ചില ആളുകൾക്ക് കല്ലുപോലുള്ള ഹൃദയങ്ങളാണ്, അവർക്ക് വേദനയില്ല. ശരിയല്ലേ? നിങ്ങൾക്കിതുവരെ ഒരു ദുഃഖവും ഉണ്ടായിട്ടില്ല, ഒരു വേദനയും തോന്നിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സേ കാണുകയില്ല. നിങ്ങളുടെ ഹൃദയം കല്ലുപോലെയായിരിക്കുന്നു. കല്ലുപോലെയായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നൽകാമെന്ന് കർത്താവ് പറഞ്ഞു. ശരിയാണ്, ചില ആളുകളുടെ ഹൃദയം കല്ലുപോലെയാണ്. കല്ലുപോലുള്ളതായ കഠിനമുള്ള ഹൃദയങ്ങളാണ്. ദൈവം പറയുന്നു, എന്റെ വചനങ്ങൾ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഉള്ളതല്ലയോ? എന്നാൽ ചില സമയത്ത് ചുറ്റിക പോലിരിക്കുന്ന ദൈവത്തിന്റെ വചനമായ ചില ദൈവദാസന്മാർ അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എഴുന്നേറ്റ് മിണ്ടാതെ പോകുവാനായിട്ട് ഇടയാകും. ചിലരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഞാൻ കേൾക്കില്ല. ഹൃദയം കഠിനമായിരിക്കുന്ന ആളുകൾ. ദൈവം ആരെയും നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യില്ല. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറക്കുകയാണെങ്കിൽ ഞാൻ അവനോടൊപ്പം അത്താഴം കഴിക്കുമെന്ന് പറയുന്നു. വാതിൽ തുറക്കുകയില്ലെങ്കിൽ നിന്റെ ഹൃദയം തകർത്തു കളയുമെന്ന് പറയുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തകർത്തുകൊണ്ട് നിന്നെ പിച്ചു ചീന്തുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നീ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ ഞാൻ അകത്തു വരില്ല, ഞാൻ വരികയില്ല.
യേശുക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നതായ ഒരു ചിത്രം ചിത്രീകരിച്ചതായ അത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വാതിൽക്കൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ കാലമായിട്ട് അവിടെ ചപ്പുചവറുകൾ വളർന്നിരിക്കുകയാണ്. അതായത് വർഷങ്ങളായിട്ട് ആ വാതിൽ തുറക്കാതെ കിടക്കുകയാണ്. അവിടെ യേശുക്രിസ്തു ഒരു റാന്തൽ പിടിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം പകലും രാത്രിയും അവൻ എപ്പോഴും അവിടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. വാതിൽക്കൽ മുട്ടുന്നു, എൻ്റെ മകനേ വാതിൽ തുറക്കുക, നിന്റെ ഹൃദയം എനിക്ക് നൽകണം, ഞാൻ അകത്തേക്ക് വരട്ടെ. നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റാം, നിനക്ക് മാംസളമായ ഹൃദയം നൽകാം. മാലിന്യത്താൽ നിറഞ്ഞതായ നിന്റെ ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റി പുതിയത് നൽകാം. ഹൃദയം എല്ലാത്തിനേക്കാളും ദോഷമുള്ളതാണ്. അങ്ങനെ ഗുരുതരമായ രോഗം ബാധിച്ച ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റാമെന്ന് പറയുന്നു. ചെറിയ രോഗം മാറാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന് രോഗമുണ്ട്. ആ രോഗം മാറുകയാണെങ്കിൽ നാം സൗഖ്യമാകും. കാഴ്ചയില്ലാത്തവർ പാപം ചെയ്യുമോ? നിങ്ങൾ നോക്കുക, കണ്ണില്ലാത്തവരും ഇമാജിൻ ചെയ്ത് പാപം ചെയ്യാനിടയാകും. കേൾവിയില്ലാത്തവർ പാപം ചെയ്യുമോ? സംസാരശേഷിയില്ലാത്തവർ പാപം ചെയ്യുമോ? എന്താണ്? അവർക്ക് ഹൃദയ വിചാരങ്ങൾ കൊണ്ട് പാപം ചെയ്യുവാനായിട്ട് കഴിയും. കൊലപാതകം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരനെ നോക്കി മൂഢ എന്ന് വിളിക്കുന്നവൻ കൊലപാതകനാണ്, നരകത്തിന് യോഗ്യനായവനാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്ന എല്ലാവരും വ്യഭിചാരം ചെയ്യുകയാണ്. ഹൃദയം മാറണം. ഹൃദയം മാറിയാൽ വ്യഭിചാര പാപത്തിന് മേൽ നിനക്ക് ജയം നേടാൻ കഴിയും. ഹൃദയം മാറിയാൽ നീ ഇഷ്ടപ്പെടുന്നതായ ആ മദ്യത്തെ നിനക്ക് വെറുക്കുവാൻ കഴിയും. അതുപോലെ ചീത്ത വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരികയില്ല. എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നത് കേൾക്കാറുണ്ട്. എവിടെ നിന്നാണ് ചീത്ത വരുന്നത്? ആരാണിത് സപ്ലൈ ചെയ്യുന്നത്? എന്താണ്? നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് നിന്റെ വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ മാറ്റമുണ്ടാകാതെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകില്ല. ഹൃദയം മാറാതെ നിന്റെ ചീത്തവിളി എന്ന സ്വഭാവം മാറുകയില്ല. ഹൃദയം മാറിയാൽ പാപത്തെ നീ ആശിക്കില്ല. നിന്റെ ഹൃദയത്തിൽ കർത്താവിന് നീ ഇടം കൊടുക്കുമ്പോൾ അവിടെ മാറ്റമുണ്ടാകും. അനേകം ആളുകൾ തങ്ങളുടെ ഹൃദയങ്ങളെ കല്ലുപോലെയാക്കി മാറ്റുന്നതായ സമയത്ത് അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അവർ പലവിധമായ രോഗത്താലും ഭാരത്താലും തകർക്കപ്പെടുന്നു. നോക്കൂ, ഈ ലോകത്ത് നാം മനുഷ്യരായിട്ട് ജീവിക്കുന്നതായ സമയത്ത് സഹിക്കാൻ പറ്റാത്തതായ ദുഃഖവും വേദനയും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും. അതിന്റെ പ്രധാന കാരണം നമ്മുടെ പാപമാണ്. ദാവീദ് അന്യന്റെ ഭാര്യയുമായി വ്യഭിചരിക്കാനിടയായി. ജനിച്ചതായ കുഞ്ഞ് മരിച്ചുപോയി. ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ആ വേദന കൊണ്ട് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായ ദുഃഖത്താൽ, എന്റെ പാപം കൊണ്ടാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത് എന്ന വേദന കൊണ്ട് ദാവീദിന്റെ ഹൃദയം തകരാനിടയായി. നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ മരിക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. നനയ്ക്കാത്ത സമയത്ത് മരണം കടന്നു വരുമ്പോൾ, അപകടത്തിൽപ്പെട്ട് യൗവനക്കാരനായിരിക്കുന്ന നിന്റെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ, പൊന്നോമനിയായിരിക്കുന്ന നിന്റെ മകൻ മരിച്ചാൽ, നിന്റെ മകൾ മരിച്ചാൽ, ആ ദുഃഖം സഹിക്കുവാനായിട്ട് നമുക്ക് ആർക്കും തന്നെ കഴിയുകയില്ല. അങ്ങനെ ഒരുപാട് വേദനകളാൽ മനുഷ്യൻ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദുഃഖം അനുഭവിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വരെയും പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്. കല്ലുപോലുള്ള ഹൃദയമാണ്. നിങ്ങൾ ഉടൻ തന്നെ കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയത്തെ നുറുക്കുക. കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുക. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് വില കൂടിയതായ ആ തൈലത്തിന്റെ കുപ്പി തകർക്കുവാനിടയായി. അവൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെ കർത്താവിന് സമർപ്പിക്കുവാൻ ഇടയായി. ഇന്ന് അനേകം ആളുകൾ ഹൃദയത്തെ മൂടിക്കെട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആലയത്തിൽ വന്നു പോകുന്നത് കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ഭാരത്താൽ, മാനസികമായ ദുഃഖത്താൽ, ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നാം നോക്കുന്നതായ സമയത്ത് എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ രോഗം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പണ്ടുകാലത്തെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, അവന് ഭയങ്കര വാശിയാണ്, അമ്മ വേണമെന്നെപ്പോഴും വാശിയാണ്. വാശി കാണിച്ചിട്ട് ഉറങ്ങിയില്ല, വാശി കാണിച്ചിട്ട് അവൻ ആഹാരം കഴിച്ചില്ല, വാശി കാണിച്ചിട്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടോ ഇല്ലയോ? നിങ്ങൾ പറയുക, എനിക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകണം. കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എന്താണ്?
അമ്മ, അമ്മേ, അമ്മേ, അമ്മേ. അച്ഛൻ വന്നു, അച്ഛൻ വേണ്ട. അമ്മേ. ചേച്ചി വന്നു, ചേച്ചി വേണ്ട. അമ്മേ. ഇന്നുള്ളതായ ആളുകൾക്ക് അമ്മ വേണമെന്നുള്ള വാശിയും അപ്പൻ വേണമെന്നുള്ള വാശിയും ഇല്ല. ഇന്ന് അമ്മ വരികയാണെന്ന് പറഞ്ഞാൽ അയ്യോ വേണ്ട 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 വേണ്ട. എടാ നിന്റെ അപ്പൻ വരുന്നുണ്ട്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വരണ്ട വരണ്ട. എടാ നിന്റെ ഫ്രണ്ട് വരുന്നു. വരുന്നുണ്ടോ? ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. സന്തോഷം. മനുഷ്യന് ഈ കാലത്ത് അങ്ങനെയുള്ള കാര്യത്തിലാണ് സന്തോഷം. എന്താണാ കരയുന്നത്? ലവ് ഫെയിലിയർ ആയിപ്പോയി. ലവ് ഒരിക്കലും ഫെയിൽ ആവുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, സ്നേഹം പരാജയപ്പെടുകയില്ല, സ്നേഹം മാറുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, ഇവൻ പറയുന്നു ലവ് ഫെയിലായെന്ന്. അതൊരിക്കലും ലവ് അല്ല. ലവ് ഫെയിലായെന്ന് പറഞ്ഞാൽ അത് ലവ് അല്ലായിരിക്കും. എന്താണ്? എത്രയോ പേർ പറയാറുണ്ട്, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല, അവളെ ഞാൻ കെട്ടും. ഒരുത്തനത് കേട്ട് പറഞ്ഞു, കെട്ടിയിട്ട് മരിക്കുന്നേക്കാൾ ഇപ്പോൾ തന്നെ മരിക്കുന്നതാണ് നല്ലതെന്ന്. നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ്റെ യഥാർത്ഥ സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ടേ മനസ്സിലാക്കാൻ കഴിയൂ. നോക്ക്, ഇന്ന് എത്രയോ ആളുകളുണ്ട് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവർ. ഞാൻ ആഗ്രഹിച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല, ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല, ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. IAS എഴുതാൻ ആഗ്രഹിച്ചു, എനിക്കതിന് കഴിഞ്ഞില്ല. അമേരിക്കയിൽ പോകാൻ ആശിച്ചു, എന്നാൽ പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടറിന് പഠിക്കാൻ ഇഷ്ടപ്പെട്ടു, എന്നാൽ സീറ്റ് കിട്ടിയില്ല. നല്ലൊരു ബിസിനസ് ചെയ്ത് വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ സകലതും നഷ്ടപ്പെട്ടു. ഇനിയും എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല 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 കഴിയില്ല. എന്തു ചെയ്യാം? എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? എന്തു ചെയ്യാം? എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. നീ കരയുകയും വീട്ടുകാരെ കരയിപ്പിക്കുമാണ് ചെയ്യുന്നത്. ഇത് കണ്ണുനീരിൻ്റെ ലോകമാണ്. ചില ആളുകൾ ഓഹോ എന്നും പറഞ്ഞ് വെളിയിൽ കരയും, ചിലർ മനസ്സിനുള്ളിൽ തന്നെയായിരിക്കും കരയുന്നത്. പണ്ടുകാലത്ത് ഉറക്ക നിലവിളിക്കുമായിരുന്നു, ഉറക്ക കരയുമായിരുന്നു. ഇപ്പോൾ സ്റ്റൈലൊക്കെ കൂടിപ്പോയിരിക്കുന്നു. അമേരിക്കയിലൊക്കെ ആളുകൾ, വിദേശത്തുള്ള ആളുകൾ എന്തെങ്കിലും ദുഃഖം വരികയാണെങ്കിൽ ഇത്രയേ ഉള്ളായിരുന്നു അവരുടെ കരച്ചിൽ. ഇപ്പോൾ നമ്മുടെ ആളുകളും അങ്ങനെയാണ്. എന്തിനാണ് കരയുന്നത്? ഞാനോ കരഞ്ഞോ? ഞാനിവിടെ കരഞ്ഞു. അതായത് ആ കരച്ചിലെല്ലാം ഉള്ളിൽ വെച്ചിട്ട് കുട്ടു 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 കുട്ടു. ആ ദുഃഖമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, ആ വേദനയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സഹിക്കാൻ കഴിയാതെ പിന്നെ മുകളിലേക്ക് നോക്കും. എന്തിനു വേണ്ടിയാണ്? സാരി ഉണ്ടോ എന്നും ഫാൻ ഉണ്ടോ എന്നും നോക്കുന്നു. ഗ്രാമത്തിലുള്ള ആളുകൾ ഇതുപോലെ എന്തെങ്കിലും മാരകമായ പ്രശ്നം വരുമ്പോൾ അവർ ഫാനിലാണ് കെട്ടിത്തൂങ്ങിച്ചാകുന്നത്. അതുപോലെ തന്നെ സിനിമാ ആക്ടറും പാട്ടുകാരും എന്താണ്, ആ ഫാൻ കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്, അല്ലാതെ തൂങ്ങിച്ചാകാനല്ല. നോക്കുക, എത്രയോ ആളുകളാണ് ഇന്ന് ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പെട്ടിട്ട് പറയുന്നത്, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, എൻ്റെ ജീവിതം ഇന്ന് വൃഥാവായി പോയിരിക്കുന്നു. എത്രയോ ആളുകൾ തകർന്നു പോകുന്നു, പാപത്താൽ തകർന്നു പോകുന്നു, പാപം കാരണം വന്നതായ ദുഃഖത്താൽ തകരുന്നു. ഹൃദയത്തിന് സമാധാനമില്ല, ഒരു സ്വസ്ഥതയുമില്ല. നീ കാരണം നിന്റെ ഭാര്യയ്ക്ക് സമാധാനമില്ല, നീ കാരണം നിന്റെ മാതാപിതാക്കൾക്ക് സമാധാനമില്ല, നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ല. നിന്റെ പാപത്തിന്, നിന്റെ തെറ്റിന് ശിക്ഷ വരേണ്ടതാണ്. എന്നാൽ നിന്റെ യേശുക്രിസ്തു, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ പാപത്തെ മുഴുവനും ഗത്സമനയിൽ വെച്ച് തന്റെ മേൽ വഹിക്കാനിടയായി. ഒരു മനുഷ്യന്റെ ദുഃഖം പോലും സഹിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത അനേകർ മരിക്കുമ്പോൾ, ഇത്രയും മനുഷ്യരുടെ സകല പാപങ്ങളും അവന്റെ മേലിലേക്ക് വന്നതായ സമയത്ത് സഹിക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ ഉള്ളം മരണവേദന കൊണ്ട് നിറയുന്നു. മനുഷ്യരുടെ സകല പാപങ്ങളും ഒരു കൈപ്പേറിയ വിഷം പോലെ ഒരു പാത്രത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നതായ സമയത്ത് പാപത്തിന്റെ ദുർഗന്ധം, പാപത്തിന്റെ ആ മ്ലേച്ഛത, പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നാം അതിനെ വെറുക്കുവാനിടയാകുന്നു. നീചകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ നാം വെറുക്കുവാനിടയാകും. ആ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഒരു പാത്രത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നപ്പോൾ, ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മുൻപിലേക്ക് പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ഈ വലിയ യാഗത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൺമുൻപിൽ നീ വരച്ചു കാട്ടിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. ഇതൊരു കെട്ടുകഥയല്ലാതെ ഇത് വാസ്തവമാണ്, സത്യമാണ് എന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിശ്വാസികളാകാതെ
വിശ്വാസികളായിട്ട് നിന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഹൃദയങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയ്ക്കുകയാണ് കർത്താവേ. വീണു കിടക്കുന്നതായ എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് ദൈവമേ. ദുഃഖത്താൽ നിറയപ്പെട്ടുകൊണ്ട്, വേദനയാൽ നിറയപ്പെട്ടുകൊണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി ജീവിതത്തെ താറുമാറാക്കിയവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പാപം മൂലമുണ്ടാകുന്നതായ ശിക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തവരായി, കണ്ണുനീരോടുകൂടി, ദുഃഖത്തോടുകൂടി, കലഹത്തോടുകൂടി തകർന്നിരിക്കുന്നതായ കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് ദൈവമേ. കാൽവരി ക്രൂശിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂശിലെ രക്തപ്രവാഹത്തിൽ ഇവിടെയായിരിക്കുന്ന സകല മക്കളെയും കഴുകുമാറാകണമേ അപ്പ. അവരുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ, ഈ ദിവസം നിന്റെ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം നീ കഴുകി ശുദ്ധീകരിക്കണമേ. വലിയ വിടുതൽ നൽകുമാറാകണമേ. കുഞ്ഞാടിന്റെ രക്തത്താൽ, ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെട്ടുവെന്നും ഒരിക്കലും ഞങ്ങൾ ഇനി പാപത്തിന് അടിമകളായിട്ട് ജീവിക്കാതെ, ഒരിക്കലും പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ ജീവിക്കുമെന്നുള്ള തീരുമാനത്താൽ പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.